ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനത്തോടെ ജഗതി വാർഡിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ പൂജപ്പ രാധാകൃഷ്ണൻ. പ്രിയങ്കരൻ എന്ന വാക്ക് ഇനിയുള്ള നാളുകൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാകും. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ വ്യക്തിപരമായി ഹൃദയത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് പൂജപ്പ രാധാകൃഷ്ണനെ ഞാൻ കാണുന്നത്. ഏറ്റവും ഒന്നാം തരം ഒരു സംഘാടകനായിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പാവപ്പെട്ടവരോടും തൊഴിലാളികളോടും സ്നേഹത്തോടെയുള്ള സമീപനം, അതുപോലെ തന്നെ ഏറ്റവും വേദന അനുഭവിക്കുന്നതിൻ്റെ കണ്ണീരൊപ്പുക എന്ന ഇടതുപക്ഷ തത്വശാസ്ത്രത്തിൻ്റെ മുറുകെ പിടിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് പൂജപ്പ രാധാകൃഷ്ണൻ. സങ്കടത്തോടെ ആര് വിളിച്ചാലും അവിടെ ഓടിയെത്തി അവരുടെ കണ്ണീരൊപ്പാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാവുന്നതിന് മുമ്പും പൂജപ്പ രാധാകൃഷ്ണൻ കഴിയുന്നു. ഞാൻ ഒരു ചെറിയ അനുഭവം പറയാം. സിനിമയിലെ ടെലിവിഷനിലെ നടീനടന്മാർക്ക് യാതൊരു സംഘടനയും ഇല്ലാതെ എല്ലാം പല സംഘടനകളുണ്ടായിരുന്നു, എല്ലാം പൊളിഞ്ഞ് തകർന്ന് നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം ആത്മ എന്നൊരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചത്. എൻ്റെ പ്രസിഡൻ്റായി തിരുവനന്തപുരം മ്യൂസിയത്തിനകത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് അതിൻ്റെ ആദ്യ യോഗം നടക്കുന്നത്. ഒരു ചെറിയ യോഗത്തിൽ വെച്ച് എന്നെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. കുറേ ആർട്ടിസ്റ്റുകൾ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ വെച്ച് പൂജപ്പ രാധാകൃഷ്ണനെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. ഞങ്ങൾ തീരുമാനിച്ചു, കാരണം പൈസയൊന്നുമില്ല. അപ്പോൾ ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മളിനി പൈസ ചെലവാക്കാതെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം തീരുമാനിക്കും. ഏതാണ്ട് ആ സംഘടനയ്ക്ക് ഏതാണ്ട് 10 വർഷത്തോളം പൂജപ്പ രാധാകൃഷ്ണൻ അതിൻ്റെ സെക്രട്ടറിയായി. അന്ന് ഈ സംഘടനയ്ക്ക് ഓഫീസില്ല. ഓഫീസ് എന്ന് പറയുന്നത് പൂജപ്പ രാധാകൃഷ്ണൻ്റെ ഒരു മാരുതി 800 കാറാണ്. ഈ കാറിൻ്റെ പുറകിലത്തെ സീറ്റിൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട സർവ്വ കണക്കുകളും സീലും ലെറ്റർ പാടും കൊണ്ട് ഈ മനുഷ്യൻ അലഞ്ഞ് നടന്നാണ് ആത്മ എന്ന സംഘടന, ഇന്ന് കോടിക്കണക്കിന് ആസ്തിയുള്ള ആത്മ എന്ന സംഘടന അന്ന് ഉണ്ടാക്കിയെടുത്തത്. ടെലിവിഷൻ്റെ അകത്ത് ഏറ്റവും കരുത്തുള്ള സംഘടന ഉണ്ടാക്കിയെടുത്തത് ഈ നമ്മൾ ഒരു സീരിയലിൽ കാണുന്ന നടനായി നമ്മളൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന പൂജപ്പ രാധാകൃഷ്ണനായിട്ട് കാണുന്ന ഈ മനുഷ്യനാണ് അതിൻ്റെ പുറകിൽ. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതും. ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരാൾ ജഗതിയിലേക്ക് വരേണ്ടതുണ്ട്. അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീമതി വിദ്യാമോഹൻ പറഞ്ഞു, 15 വർഷം ഈ വാർഡിനെ പ്രതിനിധീകരിച്ച BJP-യാണ്. BJP പ്രതിദാനം ചെയ്യുന്ന ഒരു വാർഡിലും നിങ്ങൾക്ക് പരിശോധിക്കാം. പ്രശാന്ത് മേയറായിരുന്നില്ലുണ്ട്, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മേയറായിരുന്നു. അതിനുശേഷം നമ്മുടെ 5 വർഷവും നമ്മൾ ഇടതുപക്ഷ മുന്നണി തിരുവനന്തപുരം നഗരത്തിൻ്റെ സമഗ്ര വികസനം നടക്കുമ്പോഴും BJP വാർഡുകളിൽ വികസനം, ഇവിടെ മാത്രമല്ല പഞ്ചായത്തുകളിൽ പോലും വളരെ അത്യപൂർവമായ മെമ്പർമാർ മാത്രം. അത് ചില BJP ജയിക്കുന്ന മെമ്പർമാരെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് അത്യപൂർവമായി മാത്രമാണ് അവർ പ്രതിനിധാനം ചെയ്യുന്ന വാർഡുകളിൽ വികസനം ഉണ്ടാവുന്നത്. അവരെ സംസ്ഥാന പ്രസിഡന്റ് പോലും പറയുന്നതറിയാം, മോഡി പറയുന്ന ഒരാൾ കേരളം ഭരിക്കുന്ന നാള് വരുമ്പോൾ ഞങ്ങൾ വികസനം തരാമെന്ന്. അത് ജന്മത്തിൽ നടക്കത്തില്ല. കാരണം കേരളത്തിൽ മതേതര വിശ്വാസികൾ ഉള്ളിടത്തോളം കാലം BJP കേരളം ഭരിക്കത്തുമില്ല. അന്ന് വികസനം തരാമെന്നുള്ള മണ്ടത്തരം ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും പറയും.